ബസിലിക്ക എന്ന് പറയുന്നത് സത്യത്തിൽ വലിയൊരു പള്ളി. ഈ കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ അത് കത്തേദ്ര എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ചെയർ എന്നാണ്. ഇപ്പോൾ ഫ്രം ദ ചെയർ, നമ്മളിവിടെ സിംഹാസന പള്ളി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫ്രം ദ ചെയർ, പരിശുദ്ധ പിതാവ് ഈ ചെയറിൽ ഇരുന്നു കൊണ്ട് ഫെയ്ത്ത് ആൻഡ് മോറൽസ്, വിശ്വാസത്തെയും ധാർമ്മികതയെയും കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിന് തെറ്റാവരമുണ്ട്, ഇൻഫാലിബിളാണ് എന്ന് സഭ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ആൾത്താരയുടെ പുറകിൽ ബെർണീനി ഡിസൈൻ ചെയ്ത നല്ലൊരു ആർട്ട് ഫോം ഉണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കളർ ഗ്ലാസിൻ്റെ മുമ്പിൽ വലിയൊരു ചെയറാണ്. ആ ചെയർ 4 സഭാപിതാക്കന്മാരാണ് താങ്ങി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ റോമ സഭയുടെ തലവൻ എന്ന നിലയിൽ പരിശുദ്ധ പിതാവിൻ്റെ ചെയറുള്ള പള്ളിയാണ് ഈ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. അർത്ഥത്തിൽ അതൊരു കത്തീഡ്രലാണ്. അല്ലെങ്കിൽ റോമ എന്ന് പറയുന്ന രൂപതയുടെ മെത്രാൻ എന്ന നിലയിൽ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ലാട്രാൻ ബസിലിക്കയാണ് അദ്ദേഹത്തിൻ്റെ കത്തീഡ്രലായി കരുതുന്നത്. അവിടെയുള്ള ചെയർ ഈ റോം രൂപതയുടെ മെത്രാൻ്റെ ചെയർ. നമ്മുടെ എല്ലാ മെത്രാന്മാരും എല്ലാ കത്തീഡ്രലുകളിലും ഈ ഒരു ചെയർ കാണും. പക്ഷേ ബസിലിക്ക എന്ന് പറയുന്നത് ഒരു സെക്കുലർ ടേം ഇവോൾവ് ചെയ്ത് വന്നതാണ്. ഒരു ശകലം ഒരു 2-3 മിനിറ്റ് ഞാനൊന്ന് പറയാൻ ശ്രമിക്കട്ടെ. നമ്മൾ കത്തോലിക്ക സഭയിൽ എന്നാണ് പള്ളി ഉണ്ടായെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും AD 52 തൊട്ട് പള്ളികളുണ്ട്. അത് സഭാ സമൂഹം രൂപപ്പെട്ടു എന്നാണ് അതിനർത്ഥമുള്ളൂ. അല്ലെങ്കിൽ പള്ളിയായിട്ട് പണിതത്. ഇപ്പോൾ നടപടി പുസ്തകം 2-ാം അധ്യായം 42-ാം വാക്യം എങ്ങനെയാണ് സഭ ഫങ്ഷൻ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അത് അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന. 4 കാര്യങ്ങളാണ്. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന. അതിനു വേണ്ടി ഒത്തുകൂടിയിരുന്നു. അത് ഭവനങ്ങളിലാണ് ഒത്തുകൂടിയിരുന്നത്. അപ്പോൾ ഭവനങ്ങളിൽ കൂടുന്നു. ഭവനങ്ങളിൽ കൂടുമ്പോൾ എവിടെയായിരിക്കും കൂടുന്നത്? ഒരു വീട്ടിൽ 4 മുറി ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിവിടത്തെ രീതിയിൽ ആറ്റിക്ക് പോലെ ഈ 4 മുറിക്കും ഒരു മച്ചിട്ടിട്ട് അതിനൊരു റൂഫ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ റൂഫിൽ അകത്ത് 4 മുറിക്കകത്തെയും സ്ഥല സൗകര്യം കിട്ടും. നമ്മളിപ്പോൾ നമ്മുടെ വീടിന് ഒരു ലൈറ്റ് റൂഫ് ഇട്ടാൽ കിട്ടുന്നത് പോലെ. അപ്പോൾ അങ്ങനെയുള്ള വലിയ മുറിയിലാണ് ഈ അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയ്ക്ക് അവർ ഒത്തുചേർന്നിരുന്നത്. അപ്പോൾ നടപടി പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യം, 15-ാം വാക്യം, അല്ലെങ്കിൽ നടപടി പുസ്തകം 9-ാം അധ്യായം 36 തൊട്ട് 45 വരെ വാക്യം. അവിടെയൊക്കെ കാണുന്നത് ഒരു തലീത്ത മരിച്ചു കഴിഞ്ഞപ്പോൾ അവളെ കുളിപ്പിച്ച് മുകളിലത്തെ മുറി കിടത്തി. പത്രോസിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ മുകളിലത്തെ മുറിയിലേക്ക്, ഈ അപ്പർ റൂം എന്ന് പറയുന്ന ഒരു രീതി, അപ്പർ റൂം അതാണ് ആദ്യത്തെ. പിന്നെ അങ്ങനെ ഒരു പള്ളി പണിയണം എന്ന് ചിന്തിച്ചപ്പം ഈ പാലസ്തീനയിലുള്ള വീടിൻ്റെ രീതിയിൽ തന്നെ ഒരു പള്ളി പണിതു. ഈ ഡൊമസ്റ്റിക് ചർച്ച് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അടിയിലെ മുറികളിൽ എല്ലാവരും സ്വത്ത് വിഭവങ്ങൾ വിറ്റതെല്ലാം കൊണ്ട് അപ്പസ്തോലന്മാർ കാൽക്കൽ വെച്ചു. അത് സ്വരൂപിക്കാനുള്ള ഈ സോഷ്യൽ സർവീസിനും മറ്റും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്ഥലമായി അടിയിലത്തെ മുറി വെച്ചു. മുകളിലത്തെ മുറിയിൽ പ്രാർത്ഥനയും നടന്നു. പക്ഷേ അത് കഴിയുമ്പോഴേക്കും റോമിൻ്റെയൊക്കെ സാഹചര്യത്തിൽ വന്നപ്പോൾ കടുത്ത സഭാപീഡനം. ആരെങ്കിലും കത്തോലിക്കലാന്ന് പറഞ്ഞാൽ അവരെല്ലാം കൊന്നുകളയുന്നു. അപ്പോൾ അവരെല്ലാം പേടിച്ച് ആരും വരില്ലെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങൾ തേടിപ്പോയി. അതാണ് കാറ്റക്കൂംസ് എന്ന് പറയുന്നത്. കാറ്റക്കൂംസ് എന്ന് പറഞ്ഞാൽ റോമിലുള്ള ഭൂഗർഭ സെമിത്തേരികളാണ്. ഒരു കിണർ പോലെ ഒരു കുഴി ഒഴിക്കുന്നു, സ്റ്റെപ്പ് ഇറക്കുന്നു, അതിൽ നിന്ന് ഒരു ചെറിയ ഇടനാഴി വയ്ക്കുന്നു, അതിൻ്റെ 2 സൈഡിലും ശവം അടക്കുന്നു, പിന്നെ മുമ്പോട്ട് പോകുന്നു, പിന്നെ താഴോട്ട് പോകുന്നു. നമ്മൾ നിന്നാൽ ഒരു 60-70 അടി ഹൈറ്റിൽ 2 സൈഡിലും വലിയ ഇടനാഴിയുടെ സൈഡിൽ ശവം അടക്കിയിരിക്കുന്നത്, കോടിക്കണക്കിന് ശവം അടയ്ക്കുന്ന പറയുമ്പോൾ അതൊരു നിസ്സാരം തോന്നുമെങ്കിലും കലിസ്റ്റസിൻ്റെ കാറ്റക്കൂമ്പിനകത്ത് ഏതാണ്ട് 16 കിലോമീറ്ററാണ് അതിൻ്റെ ദൈർഘ്യം. ഈ റോമിലെ നാഷണൽ ഹൈവേയുടെയൊക്കെ അടിയിൽ കിടക്കുന്നതാണ് ഈ വലിയ കാറ്റക്കൂമ്പ്. അപ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ട് നേരെ ഒരു കോറിഡോർ റൈറ്റിലേക്ക് വരണം, ലെഫ്റ്റിലേക്ക് വരണം. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നടുക്കൊരു ചെറിയ കട്ടി സ്ഥലം വന്നു, നമ്മുടെ കൽത്താര പോലെ. അതിൻ്റെ പുറത്തൊരു ബോഡി അടക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ബോഡി അങ്ങ് തട്ടി മാറ്റിയിട്ട് അവിടെ വെച്ച് കുർബാന ചൊല്ലി. പേടി കൊണ്ട്, ഈ മൃതസംസ്കാരം നടക്കുന്ന സ്ഥലമായുള്ള പേടി കൊണ്ട് ആരും തന്നെ അങ്ങോട്ട് പെട്ടെന്ന് വന്ന് കയറില്ല. അതാണ് ഒരു സഭയുടെ രീതി. അത് കഴിഞ്ഞ് ഇഡിക്റ്റ് ഓഫ് മിലാൻ AD 313 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, അദ്ദേഹം തൊപ്പിയിട്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു യുദ്ധത്തിനിടയ്ക്ക്. അപ്പോൾ ആകാശത്തൊരു കുരിശ് കൊണ്ടു, ഈ ഒരു അടയാളത്തിൽ നിനക്ക് വിജയിക്കാൻ പറ്റും എന്നൊരു ദർശനം.
അപ്പോൾ അങ്ങനെയാണ് കുരിശിനെ നമ്മൾ വണങ്ങാൻ തുടങ്ങിയത്. കുരിശൊക്കെ വരയ്ക്കാൻ തുടങ്ങിയത് ആ ഒരു സമയം തൊട്ടാണ്. അദ്ദേഹം ക്രിസ്ത്യാനിയായപ്പോൾ റോമാ സാമ്രാജ്യം മുഴുവൻ ക്രിസ്ത്യാനിയായി. അദ്ദേഹം അതാണ്. അപ്പോൾ റോമാ സാമ്രാജ്യത്തിൻ്റെ മതമായി ക്രൈസ്തവ മതം മാറി. അപ്പോൾ ആരാധനയ്ക്ക് പരസ്യമായിട്ട് തന്നെ വരാം, എവിടെ വേണേലും വരാം. എവിടെ വേണേലും വരാമെന്ന് വന്നപ്പോൾ അവർ ഏറ്റവും വലിയ സംവിധാനം ഈ ആരാധനയ്ക്ക് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചു. അതാണ് നമ്മൾ ഒരു BC ക്രിസ്തുവിന് മുമ്പ് 100-ാം ആണ്ടിൽ പോംബെയ് ഫോറത്തിൽ ഒരു വലിയ ബസിലിക്ക ഉണ്ടായിരുന്നു. അത് പോംബെ നിങ്ങൾക്കറിയാം, പെട്ടെന്ന് ഈ വോൾക്കാനോ വന്ന് എല്ലാം തകർന്നു തരിപ്പണമായതാണ്. റീസെൻ്റായിട്ട് കണ്ടുപിടിച്ച സ്ഥലമാണ്. അവിടെയുള്ള ബസിലിക്ക എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഹോളാണ്, ഒരു ദീർഘചതുരാകൃതിയിലുള്ളൊരു ഹോള്. അതിൻ്റെ 2 സൈഡിലും അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു സ്ഥലം. അതേ മോഡലിലാണ് ഉൾപ്പിയായുടെ റോമിൽ നമ്മൾ പോയാൽ ട്രോജൻ ഫോറത്തിൽ നമുക്ക് ബസിലിക്ക ഓഫ് ഉൾപ്പിയ, അത് AD 112 മറ്റേത് BC 100 ഇത് 112 426 അടി നീളവും 138 അടി വീതിയുമുള്ള ഒരു ബസിലിക്ക. ബസിലിക്ക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളൊരു സിവിൽ സ്റ്റേഷൻ എന്ന് സങ്കല്പിച്ചാൽ മതി. അല്ലെങ്കിൽ അന്നത്തെ ഈ നീതി നിർവഹണ സെൻറ്റർ, കോടതിയും മറ്റും ഇരിക്കുന്ന സ്ഥലം. അവിടെ വലിയ നീളത്തിൽ 136 അടി വീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ കാണുന്ന ഒട്ടുമുക്കാലും പള്ളികളുടെ നീളം 100 അടിയൊക്കെ ആയിരിക്കും. അപ്പം 136 അടി നീളവും വീതിയും 426 അടി വീതിയും, അതിൻ്റെ 2 അറ്റത്തും ഒരർത്ഥവൃത്താകൃതിയിലുള്ള സ്ഥലം. അവിടെ ജഡ്ജിരിക്കും, അല്ലെങ്കിൽ കളക്ടർ ഇരിക്കും. പ്രധാനപ്പെട്ട ആളുകളിരിക്കുന്ന സ്ഥലം ഇച്ചിരി ഹൈറ്റ് കൂടിയത്, അത് സെക്കുലർ സൊസൈറ്റിയിലെ ബസിലിക്കയാണ്. അപ്പോൾ ഈ 136 അടി നീളത്തിൽ വീതിയിൽ നടുക്ക് ഒരു 80 അടി വീതി കാണും. ബാക്കി മുഴുവൻ തൂണുകൾ. ആ തൂണിൻ്റെ പുറത്തുള്ള സ്ഥലം കച്ചവട സ്ഥലങ്ങളാണ്, കെട്ടിടങ്ങളാണ്. അത് മോള് വരെ പോകുന്നില്ല. ഈ തൂണിൻ്റെ മുകളിൽ നിന്ന് പ്രകാശം കിട്ടാവുന്ന വിധത്തിൽ ജനലുകളുണ്ടാകും. നിങ്ങളത് നമ്മൾ മേരി മജോറെ ബസിലിക്ക കാണുമ്പോൾ ആ ബസിലിക്ക ഒരു ടിപ്പിക്കൽ ബസിലിക്ക സ്റ്റൈലാണ്. ആ ബസിലിക്കയ്ക്ക് അകത്തേക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക അങ്ങനെയല്ല, ബാറോക്ക് സ്റ്റൈലാണ്. അപ്പോൾ അതിൽ നോക്കിയാൽ താഴെ നമുക്ക് വെളിച്ചം കയറാൻ ജനലില്ല. ജനൽ ഈ തൂണ് കഴിഞ്ഞ് പിന്നെ ഒരു കോറിഡോറും കൂടെ കഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്. പക്ഷേ മുകളിൽ നിന്ന് ഡയറക്റ്റായിട്ട് ലൈറ്റ് കിട്ടും. അപ്പോൾ അതുവരെ ഭരണശിലാകേന്ദ്രമായിരുന്നത് അങ്ങ് മാറിയിട്ട് അത് പള്ളിയായി. അതാണ് ബസിലിക്ക എന്ന് നമ്മൾ പറയുന്നത്. ആ ബസിലിക്കയിലാണ്. അപ്പോൾ അതുവരെ ജഡ്ജിരുന്ന സ്ഥലത്ത് കുർബാന ചൊല്ലുന്ന ആൾ നിന്നപ്പം അവിടെ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാം ഡ്രസ്സിന് വ്യത്യാസം ഉണ്ടായിരുന്നു. ആ തലത്തിൽ അല്ലെ വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് അപ്പം മുറിക്കാൻ സാധാരണ ഒരു എൽഡർ വന്നിരുന്ന് മുറിക്കുന്നു. അയാൾക്ക് മറ്റു ആളുകളിൽ നിന്ന് വസ്ത്രത്തിന് വ്യത്യാസമില്ല. ആൾക്കാരുടെ സാധാരണ മേശയായിരുന്നു. കെട്ടിടം സാധാരണ കെട്ടിടമാണ്. ഇത് കെട്ടിടം അസാധാരണമായ കെട്ടിടമായപ്പോൾ മേശ നല്ല ഓർണമെൻറ്റ്സൊക്കെ ഉള്ള മേശയായി. ഡ്രസ്സ് അതുപോലെയുള്ള നല്ല എംബലിഷ്ഡായുള്ള സാധനങ്ങളായി. അതാണ് സഭയിൽ വന്ന മാറ്റം. അപ്പോൾ ബസിലിക്ക എന്ന് പറയുന്നത് ഒറിജിനലി അത് വെറും സെക്കുലർ ആയിട്ടുള്ള ഒരാശയമാണ്. പക്ഷേ കത്തോലിക്ക സഭയിലേക്ക് വന്നപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയായി. അതാണ്